അസ്സലാമലൈക്കും. നാളെ പെരുന്നാളെ നമുക്ക് ചിക്കനെല്ലാം ഒന്ന് പെരക്കിയിട്ട് വെക്കാം. രാവിലെ പിന്നെ പണി കൂടുതലല്ലേ. പിന്നെ എല്ലാവർക്കും സുഖമെന്നല്ലേ. ഞങ്ങൾ നെയ്പ്പത്തിന് ബീഫെല്ലാം തിന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചിക്കൻ പെരക്കി വെച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഉപ്പിട്ട് ഇഞ്ചിയും പച്ചമുളകും ചതക്കിയത്, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മുളകിടാം. എത്രത്തോളം എരിവ് വേണ്ട അതിനനുസരിച്ചിട്ട് നമുക്ക് മുളകിടാം. ചിക്കൻ മസാലപ്പൊടി ഒരു നുള്ളിടുന്നുണ്ട് ഞാനൊരു മണത്തിന്. അങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ആക്കുന്നുണ്ട്. എന്നാൽ നല്ല രസം ഉണ്ടാവും. ഇന്നേ കുഴച്ചിട്ട് പെരക്കി വെക്കണം ഫ്രിഡ്ജിൽ, എന്നാലും നല്ല രസം ഉണ്ടാവും ചിക്കൻ പൊരിച്ചാൽ. എല്ലാവരും പണിയെടുക്കുന്നുണ്ടാവും. നാളത്തെ പെരുന്നാളിൻ്റെ എല്ലാവരും പെരുന്നാൾ പണിയെടുക്കുന്നുണ്ടാവും. ഇന്നാരും ഉറങ്ങൂല. അങ്ങനെ ഞാൻ കായ് പൊരിക്കുന്നുണ്ട് രാവിലെ ചായക്ക്. ചെറുതായിട്ടാണ് മുറിച്ചിട്ടിന്. പൊയ്യട്ട് ചെറിയ രീതിയൊക്കെ എല്ലാം. അങ്ങനെ നമ്മളെ ഫ്രിഡ്ജിൽ ഇന്നലെ പെരക്കി വെച്ചത് ചിക്കൻ എടുത്ത് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇതിൽ തന്നെ നമുക്ക് ഉള്ളി മസാലയാക്കാം. കുറച്ചെണ്ണ പറഞ്ഞു ഇതിലേക്ക് തന്നെ ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ അപ്പം നല്ല രസം ഉണ്ടാവും. ഉള്ളി വാടിയിട്ടാകുമ്പോൾ 1 കിലോ അരിയെ വെക്കുന്നുള്ളൂ. അത്രേ ആളില്ല, അതന്നെ ബാക്കിയാവും. നന്നായി ഉള്ളി ഒന്ന് വാടണം. അങ്ങനെ ഉള്ളി വാടി ഉള്ളി നന്നായി വാടുന്നുണ്ട്. അതിലേക്ക് ഇതാ 4 തക്കാളി മുറിച്ചത്
നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിന് നന്നായി ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. നല്ല ഈരൊന്ന് വാടിട്ട് തക്കാളി ഉള്ളി നന്നായി കുറച്ച് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റാക്കിയത് ഇടുന്നുണ്ട്. നന്നായി ഇതൊന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. നല്ല ഇതിൻ്റെ പൊടിൻ്റെ എല്ലാം മണം പോട്ട് നമ്മൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പൊടികൾ ഇടുന്നുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി. നന്നായി ഇതൊന്ന് നമുക്ക് ഇളക്കാം. പൊടിയുടെ ചൊയ ഒന്ന് പോട്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ മസാലപ്പൊടി 1 സ്പൂണ് ഇതിൽ ഇടുന്നുണ്ട്. മതി, 1 സ്പൂൺ ഉണ്ടാവും. അതും കൂടി ഇട്ട് നമുക്ക് നന്നായി ഇതൊന്ന് അരച്ച് വെക്കാം. ഇങ്ങനെ നമ്മളെ മസാല റെഡിയായി. അതിലേക്ക് ഞാനിതാ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇറക്കി കൊടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ചിക്കൻ പൊരിച്ചത് ഇടുന്നുണ്ട്. നന്നായി ഇത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ചോറിൻ്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് മസാല ആക്കി വെച്ച് ഇനി നമുക്ക് നെയ്ച്ചോറിന് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് കായട്ടെ ഇത്. ഇങ്ങനെ നമുക്ക് പശു നെയ്യ് ഇടാം. ഇത് പശു നെയ്യല്ല കേട്ടോ, എൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് ഞാൻ എന്താക്കി തൂക്കിലാക്കിയിട്ട് വെച്ചതാണ്. കുറച്ച് ഒഴിക്കുന്നത് നല്ല നെയ്യാണ്. അതിലേക്ക് ഞാൻ 1 നീരുള്ളി ചെറുതായി മുറിച്ചത്, ഉള്ളി നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 1 പാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കിലോ തനിമരിയാണ്. 1 പാട്ട വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായി ഒന്നിത് തിളക്കട്ട്. ഇനി നമുക്ക് കറുവപ്പട്ടി ഏലക്കും ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ 1 ക്യാരറ്റ് നന്നായി മുറിച്ചത് അതും കൂടി നന്നായി തിളക്കട്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ചെറുത് വെള്ളം നന്നായി നമ്മളതിൽ ചോറ് വെക്കേണ്ട വെള്ളം തിളച്ച് അതിലേക്ക് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ച പാം ഓയിൽ ശേഷം ഉണ്ടായിന്, അത് ഒഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ കളർ മാറും ഇപ്പോൾ ചോറിൻ്റെ. അത് നല്ല രസമാണ് ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണ കൂട്ടിയാൽ. നന്നായി ഒന്നിത് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഉപ്പ് കുറച്ച് ഞാൻ ഇട്ടിന്, ഇനി പോരെങ്കിൽ കുറച്ച് ആയതിൻ്റെ ശേഷം നമുക്ക് ഉപ്പിടാം. അടച്ച് വെക്കട്ടെ. ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. കുറച്ച് ഞാൻ ചോറ് മാറ്റി വെക്കട്ടെ. നല്ല ചോറായിന്. മാറ്റി വെക്കട്ടെ കുറച്ച്. അങ്ങനെ ചോറ് നമ്മളിവിടെ റെഡിയായി. നമുക്കിത് അടച്ച് വെക്കാം. 2 മിനിറ്റ് ദമ്മിടാൻ വെക്കാം. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി പള്ളിയിലെല്ലാം പോയിട്ട് വന്ന് ഞങ്ങൾ രണ്ടാളും ചോറ് കഴിക്കുന്നു. പെരുന്നാൾ ചോറ്. പിന്നെന്താ എല്ലാവരും ചോറ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ചോറ് കഴിക്കട്ടെ നമ്മൾ.
പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അസ്സലാമു അലൈക്കും.